എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് നോട്ട് നിരോധനം വന്ന സമയത്ത് വിപണിയിലുണ്ടായിരുന്ന 500, 1000 നോട്ടുകളൊക്കെ തന്നെ തിരിച്ചു പിടിക്കുകയും അതിനുശേഷം 2000, 500 പുതിയ 100, 200 നോട്ടുകൾ കൂടുതലായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി പറയുന്നത് വിപണിയിലുണ്ടായിരുന്ന കള്ളനോട്ടുകളൊക്കെ തന്നെ പിൻവലിക്കാനും കള്ളപ്പണത്തിൽ നിന്നുമൊക്കെ തന്നെ ജനങ്ങളെ രക്ഷിക്കാനുമൊക്കെ വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമതായി വിതരണം ചെയ്ത 2000 നോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ വിപണിയിൽ നിന്നും പൂർണ്ണമായും പിൻവലിച്ചിരിക്കുകയാണ്. എന്നാൽ നിലവിലുള്ള 500 നോട്ടുകൾ കൈവശം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ പോലും മനസ്സറിയാത്ത കാര്യത്തിന് ജയിലിൽ പോലെ പോകേണ്ടി വരും. വ്യാപകമായി 500 രൂപയുടെ കള്ളനോട്ടുകൾ ഇറങ്ങിയിരുന്നു. പുതിയ 500 രൂപയുടെ നോട്ടുകൾ വന്ന സമയത്ത് പല രീതിയിലുള്ള പ്രചാരണം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതായത് ഈ നോട്ടുകളിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിക്കും, ഇത്തരത്തിലുള്ള പല വ്യാജ പ്രചരണങ്ങളും ഇറങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് ഇതൊരു സാധാരണ കറൻസിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ 500 രൂപയുടെ നിരവധി കള്ളനോട്ടുകൾ ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ കൈവശമെത്തുന്ന 500ൻ്റെ നോട്ടുകൾ വ്യാജനാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള കള്ളനോട്ടുകൾ നിങ്ങളുടെ കൈവശം എത്തിയാൽ ഇത് ക്രയവിക്രയം ചെയ്യാതെ ബന്ധപ്പെട്ട അധികാരികളെയാണ് ആദ്യം തന്നെ ഏൽപ്പിക്കേണ്ടത്. അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള നോട്ടുകൾ ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ വിവരം അറിയിക്കുക. സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ ലോബികളായി തിരിഞ്ഞ് പലരും കള്ളനോട്ടടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള നോട്ടുകൾ ലഭിച്ചാൽ സ്വീകരിക്കുകയോ ഈ സംഘങ്ങളുമായി ഒത്തുചേർന്ന് പോവുകയോ ചെയ്യുന്നത് ജീവപര്യന്തം വരെ പരമാവധി ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ന് പോലീസ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാജ കറൻസിയാണെന്ന അറിവോടെ പ്രചരിക്കുന്നത് IPC സെക്ഷൻ 489C പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതിനോടൊപ്പം പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള നോട്ടുകൾ കൈവശം വെക്കുകയോ അവ ക്രയവിക്രയം നടത്തുകയോ ചെയ്യാൻ പാടില്ല. 500 രൂപ നോട്ടിൻ്റെ ഔദ്യോഗിക വലിപ്പം എന്ന് പറയുന്നത് 66 മില്ലിമീറ്റർ നീളവും 150 മില്ലിമീറ്റർ വീതിയുമാണ്. മങ്ങിയ ചാരനിറമാണ് നോട്ടിനുള്ളത്. ഇംഗ്ലീഷ് ടോൺ ഗ്രേ എന്ന് വിളിക്കുന്ന നിറമാണ്. 500 എന്ന് സാധാരണ ഇംഗ്ലീഷ് അക്കത്തിൽ എഴുതിയിട്ടുണ്ടാകും. ഇത് ദേവനാഗരി ഭാഷയിലും നാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. നോട്ടിൻ്റെ പിൻഭാഗത്ത് ചെങ്കോട്ടയുടെ ചിത്രമാണുള്ളത്. കളർ ഷിഫ്റ്റ് വിൻഡോ വഴി സുരക്ഷിതമാക്കിയ ഭാരത്, RBI എന്നീ ലിഖിതവും നോട്ടിലുണ്ട്. നോട്ട് ചരിച്ചാൽ ത്രെഡിൻ്റെ നിറം പച്ചയിൽ നിന്ന് നീലയിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും. എല്ലാ കറൻസിയിലെയും പോലെ മഹാത്മാഗാന്ധിയുടെ ചിത്രം 500 രൂപ നോട്ടിലും ഉണ്ട്. ഇലക്ട്രോ ടൈപ്പർ വാട്ടർ മാർക്കോട് കൂടിയാണ് ഈ ചിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് വലതുഭാഗത്തായി റിസർവ് ബാങ്ക് എന്ന എംബ്ലവും RBI ഗവർണർ ഒപ്പും ഉണ്ടാകും. വലതുഭാഗത്ത് അശോക സ്തംഭവും നോട്ടിൽ ഉണ്ടാകും. 500 രൂപ നോട്ടിൻ്റെ ഇടതുവശത്ത് നോട്ട് അച്ചടിച്ച വർഷവുമുണ്ട്. നാട്ടിൽ സ്വച്ഛ് ഭാരത് ലോഗോ മുദ്രാവാക്യവുമുണ്ട്. നോട്ടിൻ്റെ മുകളിൽ ഇടതുഭാഗത്ത് താഴെ വലതുഭാഗത്തും ആരോഹണ ക്രമത്തിൽ ഒരു നമ്പർ പാനലും ഉണ്ട്. കാഴ്ചയില്ലാത്ത വ്യക്തികൾക്ക് തിരിച്ചറിയാനുള്ള സവിശേഷതകളും നോട്ടിൽ ലഭ്യമാണ്. അശോക സ്തംഭത്തിൻ്റെ ചിഹ്നം, ബ്ലഡ് ലൈനുകൾ, മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം, വലതുവശത്ത് 500 രൂപയുള്ള വൃത്തം, തിരിച്ചറിയൽ അടയാളം എന്നിവയുമുണ്ട്. ഇത് സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. ഇത്തരം അടയാളങ്ങളിൽ സ്പർശനത്തിൽ ഇല്ല എങ്കിൽ അവ കള്ളനോട്ടുകൾ ആയിരിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ 500 രൂപയുടെ നോട്ടുകൾ കയ്യിലുള്ള എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക.